ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വിഡ്രോവൽ ഡിഫോൾട്ട് ഓപ്ഷൻ വിഡ്രോവൽ സെലക്ട് ചെയ്യണതിൻ്റെ വീഡിയോയും പിന്നെ വിഡ്രോവലിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഡ്രോവലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആ വിഡ്രോ ചെയ്ത ടോക്കൺസ് എങ്ങനെ പൈസയാക്കാമെന്ന് അറിയില്ലാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇതിനെ പൈസയാക്കുന്നത് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലായിട്ട് സെല് ചെയ്തിട്ട് വിഡ്രോ ആക്കണതെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ഓപ്ഷനും പറയണ്ടാവും. 3 ഓപ്ഷൻ്റെ ഡീറ്റെയിൽസ് പറയണ്ടാവും. എങ്ങനെയാണ് സെല് ചെയ്യണത്, എങ്ങനെയാണ് ക്യാഷ് ആക്കണത് എന്നുള്ളത് പറയണ്ടാവും. പക്ഷേ ഞാൻ സെല് ചെയ്യണ്ടാവില്ല, കാരണം ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പ്രൈസ് ലോ ആണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ സെല് ചെയ്യണ്ടാവില്ല. പിന്നെ സീസൺ 2 വന്നു കഴിയുമ്പോൾ എന്താവുമെന്നൊന്നും അറിയാൻ പാടില്ല, ബേണിംഗ് ഒക്കെ വരുന്ന പറയാനായിട്ട്. അപ്പോൾ അതിപ്പോൾ സെല് ചെയ്യണത് അത്ര നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാനിപ്പോൾ സെല് ചെയ്യണ്ടാവില്ല. പക്ഷേ ഞാൻ എല്ലാത്തിൻ്റെ സ്റ്റെപ്പ് പറയണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 3 ടൈപ്പ് വിഡ്രോവൽ ഓപ്ഷനാണല്ലോ നമുക്ക് മെയിനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ ടെലിഗ്രാം വാലറ്റായിട്ട് വിഡ്രോ ചെയ്യുന്നതാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഓൺ ചെയിൻ വിഡ്രോവലാണ്. ഓൺ ചെയിൻ വിഡ്രോവൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് അല്ലെങ്കിൽ നോൺ കസ്റ്റോഡിയൽ വാലറ്റിലായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നതാണ്. അതായത് ടോൺ ഹബ്ബ്, ടോൺ കീപ്പർ, പിന്നെ മൈടോൺ വാലറ്റ്, അങ്ങനെയൊക്കെയുള്ള ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ഏതെങ്കിലുമിലേക്ക് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ക്യാഷ് ആക്കാമെന്നുള്ളതാണ്. മൂന്നാമത്തെ നമ്മൾ പറയാൻ പോകുന്നത് എക്സ്ചേഞ്ചിൽ നിന്ന്, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് മെത്തേഡ് വെച്ചിട്ട് വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെ അതിനെ ക്യാഷ് ആക്കാമെന്നുള്ളതാണ്. അപ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബൈനാൻസ് ആയിരിക്കും, കാരണം ഞാൻ ബൈനാൻസിലേക്കാണ് വിഡ്രോ ചെയ്തത്. വേറെ ബൈബിറ്റിലേക്കൊക്കെയാണ് നിങ്ങൾ വിഡ്രോ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ബൈബിറ്റിൽ നിന്ന് മിക്കവാറും ബൈനാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. കാരണം ബൈബിറ്റ് വഴി നമുക്ക് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബൈബിറ്റിൽ P2P ട്രേഡിംഗ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ ബൈബിറ്റിലാണെങ്കിൽ നിങ്ങൾ അത് നമ്മുടെ ബൈനാൻസ് പോലത്തെ എക്സ്ചേഞ്ചുകളിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. മെയിനായിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റിനെ എങ്ങനെ സെല്ല് ചെയ്തിട്ട് ക്യാഷ് ആക്കാമെന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ. ജസ്റ്റ് പറയാനുണ്ടാവുള്ളൂ, സെല്ല് ചെയ്ത് കാണിച്ചൊന്നും തരണ്ടാവില്ല. പക്ഷേ സ്റ്റെപ്പുകളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എൻജോയ് ടു ദ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇൻ്റർലൂഡ് സീസൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സീസൺ 2 മുമ്പുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഈ ഒക്ടോബറിലായിരിക്കും മിക്കവാറും സീസൺ 2 സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഈ ഒരു 4 ദിവസം കൂടി ആയിരിക്കും മിക്കവാറും ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയമണ്ട്സ് ആണ് ഇതിൽ നമ്മൾ കളക്ട് ചെയ്യണത്. ഇതിപ്പോൾ നമുക്ക് മറ്റേതിൻ്റെ അത്ര കൂടി പാടില്ല. നമുക്ക് ഡെയിലി സൈഫറോ ഡെയിലി കോംബോയോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഈ മൈൻ കാർഡ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈൻ കാർഡ് മാത്രം അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്താൽ ഗെയിം കളിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഡയമണ്ട്സ് കൂടുതൽ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗെയിമൊന്നും കളിക്കണമെന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് കാർഡുകൾ കിട്ടും, അത് നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഡയമണ്ട്സ് ഇത്ര ആയിട്ടുണ്ട്, 34 ഡയമണ്ട്സ് ഉണ്ട്. ആ ഡയമണ്ട്സ് വെച്ചിട്ട് എനിക്കിപ്പോൾ ഓൾറെഡി ഉള്ള കാർഡ് അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂ കാർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ന്യൂ കാർഡ്സ് ബൈ ചെയ്യാം. ഇവിടെ ഒരു ന്യൂ കാർഡ് വന്നിട്ടുണ്ട്, അത് ബൈ ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഓരോ കാർഡ് ബൈ ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ കൂൾ ഡൗൺ ടൈം കൂടുതലാണ്. 6 മണിക്കൂർ, 5 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെയാണ്. അപ്പോൾ അത് നല്ല ഡിലേ ഉണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യാം. 3 അവർ കൂടുമ്പോൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ 3 അവർ കൂടുമ്പോഴുള്ള ആ ഒരു ഏണിങ് കിട്ടും. 8 ഡയമണ്ട് വെച്ചിട്ട് 3 അവർ കൂടുമ്പോഴുള്ള ഏണിങ് കിട്ടും. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എയർ ഡ്രോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എയർ ഡ്രോപ്പ് ട്രാൻസ്ഫർ ആകണം കാണാൻ പറ്റും. ഇവിടെ ടോക്കൺസ് നമുക്ക് കിട്ടിയത് എത്രയാണ്, 1087 ടോട്ടൽ ഹാംസ്റ്റർ ടോക്കണാണ് എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ കിട്ടിയത്. അത് ഞാൻ 959 എണ്ണം നമ്മുടെ ബൈനാൻസിൻ്റെ ഉള്ളിലായിട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ബാക്കി വെസ്റ്റിങ്ങിൽ പോയി. 11.25% വെസ്റ്റിങ്ങിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മാസത്തേക്ക് വെസ്റ്റിംഗ് ആയിരിക്കും. 10 മാസം കഴിയുമ്പോഴാണ് അത് അൺലോക്ക് ആവുള്ളൂ. അപ്പോൾ അതവരുടെ കൂടുതലായിട്ട് ഡംപാവാണ്ടിരിക്കാൻ വേണ്ടിയാണ്, ഹോൾഡേഴ്സിനെ പിടിച്ചിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നത്. കളി നിർത്തി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വാലറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യം വിഡ്രോവൽ ഓപ്ഷൻ കൊടുത്തത് ടെലിഗ്രാം വാലറ്റായിരുന്നു. അപ്പോൾ ടെലിഗ്രാം വാലറ്റ് ഞാൻ പിന്നെ മാറ്റിയിട്ട് ബൈനാൻസ് ആക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിഗ്രാം വാലറ്റിൽ ഇനിയിപ്പോൾ വീണ്ടും ടോണൊക്കെ ഇട്ടിട്ട് അതിനെ വെച്ചിട്ട് ടോൺ ഇട്ടിട്ട് പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ എക്സ്ചേഞ്ചിലായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്യാഷ് ആക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ടെലിഗ്രാം വാലറ്റ് മാറ്റിയിട്ട് ബൈനാൻസ് ആക്കിയായിരുന്നു. പക്ഷേ ടെലിഗ്രാം വാലറ്റിൽ P2P ഓപ്ഷൻ വന്നിട്ടുണ്ട്. P2P ഓപ്ഷൻ വഴിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഹാംസ്റ്റർ ടോക്കണിനെ വേറൊരാൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടോണൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ടെലിഗ്രാം വാലറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും അപ്പോൾ ടെലിഗ്രാം വാലറ്റായിട്ട് വിഡ്രോ ചെയ്തോട് പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ നമുക്ക് ഡയറക്റ്റ് P2P ട്രേഡിങ് സ്റ്റാർട്ടാവും കുറച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കിന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ടെലിഗ്രാം വാലറ്റിൻ്റെ കേസാണ്. കാരണം ഇത് ടെലിഗ്രാം
ടോൺ നെറ്റ്വർക്കിൽ വരുന്ന ടോക്കൺ ആണല്ലോ. അപ്പോൾ മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ടെലിഗ്രാം വാലറ്റിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു ഇതായിരിക്കും. അതിൽ നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാംസ്റ്ററിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300% APY കിട്ടും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ എന്താണ്ട് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യണില്ല, ജസ്റ്റ് ഞാൻ പറയണ ഇതിൻ്റെ സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം, എങ്ങനെയാണ് സെല്ല് ചെയ്യണം എന്നുള്ളത്, ക്യാഷ് ആക്കണം എന്നുള്ള സ്റ്റെപ്പുകൾ എല്ലാ വാലറ്റിൻ്റെയും പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ടെലിഗ്രാം വാലറ്റിൻ്റെയാണ്. അപ്പോൾ ടെലിഗ്രാം വാലറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ടെലിഗ്രാം വാലറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് മോർ അസറ്റ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ ഹാംസ്റ്റർ നിങ്ങൾ ഇതിലായിട്ടാണ് വിഡ്രോ ചെയ്താണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. ഇതിൽ ഈ ടോട്ടൽ ബാലൻസിൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കാണാൻ പറ്റും. പിന്നെ ഈ മോർ അസറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്നുള്ള ടോക്കൺ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇതിലായിട്ട് ഞാൻ വിഡ്രോയിൽ അടിക്കാത്തതുകൊണ്ടാണ് ഇതിലൊന്നും കാണിക്കാത്തത്. പിന്നെ അതിൻ്റെ പ്രൈസും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ കാണിച്ചേക്കുന്ന ഡീറ്റെയിൽസ് എന്ന് വെച്ച് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാലറ്റ് ചൈൻ എന്നുള്ളൊരു സാധനമുണ്ട്. വാലറ്റ് ചൈനിലാണ് നമ്മൾ മിക്കവാറും ഹാംസ്റ്റർ കോമ്പാറ്റ് നമ്മൾ ലോക്ക് ചെയ്യണത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് APY കിട്ടും, അപ് ടു 300% APY കിട്ടും. ഇത് ലോക്ക് ചെയ്യണം നമ്മൾ. ഈ ഹാംസ്റ്റർ കോമ്പാറ്റിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300% APY കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്കവാറും ഇത് വേണ്ടി വരും, എന്താ ടോൺ വേണ്ടി വരുമായിരിക്കും. കാരണം ടോൺ ബ്ലോക്ക് ചെയിനിൽ ചെയ്യുന്ന ട്രാൻസാക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോൺ ടോക്കൺ ഇതിൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഈ റിസീവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ അഡ്രസ്സിൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഈ വാലറ്റ് എന്നുള്ള സംഭവം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇവിടെ മുകളിൽ തന്നെ അതിൻ്റെ ബാനറും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ കേസ് പറയാം. നമുക്ക് സെല്ലിംഗ് ആണല്ലോ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാറ്റിനെ സെല്ല് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ആക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സെല്ല് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് ഇപ്പോൾ. കാരണം കുറേ സംഭവങ്ങളും ഉണ്ട്. സീസൺ 2 ഉണ്ട്, പിന്നെ ബൈ ബാക്ക് ആൻഡ് ബേണൊക്കെ ഉണ്ട് എന്നാണ് അവർ പറയണത്. ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും അവരുടെ മൊബൈൽ ആപ്പും വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല, പക്ഷേ എന്നാലും സെല്ല് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം ഇപ്പോൾ ചെറിയൊരു പൈസയല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ സെല്ല് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേറൊരു എക്സ്ചേഞ്ചിലോട്ട് മാറ്റി മാത്രമാണ്, സാധാരണ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് പോലെ എക്സ്ചേഞ്ചിലോട്ട് മാറ്റി മാത്രമാണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ P2P മാർക്കറ്റ് ഉണ്ട്. ആ P2P മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സെല്ലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ പിയർ ടു പിയർ ട്രേഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ USDT ഉണ്ട്, ടോൺ ഉണ്ട്, BTC ഉണ്ട്, നോട്ട് ഉണ്ട്, ഹാംസ്റ്റർ ഉണ്ട്. ഇവിടെ ഹാംസ്റ്ററും ഉണ്ട്. അപ്പോൾ ഹാംസ്റ്റർ വന്നിട്ടില്ല, ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. സെപ്റ്റംബർ 30 5:30 ഇത് അവൈലബിൾ ആവുന്നത്, വൈകുന്നേരം 5:30. അപ്പോൾ അത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. അവൈലബിൾ ആയി കഴിയുമ്പോൾ നമുക്ക് ഹാംസ്റ്റർ ടോക്കൺ ഇതിൽ ഡയറക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു ടോൺ കോയിനോ ഒന്നും ഇതിലിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരില്ല. ഈ ക്രിപ്റ്റോയിൽ ഹാംസ്റ്റർ കൊടുക്കണം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഡോഗ്സിൻ്റെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഹാംസ്റ്ററിൻ്റെ ചെയ്യേണ്ടത്. അപ്പം ഹാംസ്റ്റർ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഹാംസ്റ്റർ കാണിക്കാനുള്ളതാണുള്ളൂ. ഇവിടെ ഡോഗ്സ് കൊടുക്കുക, കറൻസി INR കൊടുക്കുക. പിന്നെ ഇവിടെ വെരിഫിക്കേഷൻ, നിങ്ങൾക്ക് വെരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണമെങ്കിൽ വെരിഫൈഡ് എന്ന് കൊടുക്കാം. ഓൾ കൊടുക്കുകയാണെങ്കിൽ പൈസ കൂടുതൽ കിട്ടും. കാരണം നമുക്ക് അങ്ങനെയാണ്. കാരണം വെരിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ പൈസയ്ക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പൈസയാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് താഴത്തേട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൈസ കൂടുതലുള്ളവരേക്കും ടോപ്പിൽ വരുന്നത്. അപ്പോൾ ടോപ്പിലുള്ള ആൾക്കാരെ സെല്ല് ചെയ്യാൻ നോക്കുക. പിന്നെ അയാളുടെ ട്രേഡ് നോക്കുക, ട്രേഡ് എത്രണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ 99% ആണെങ്കിൽ 99% എന്ന് വെച്ചാൽ നല്ലൊരു പെർസെൻറ്റേജാണ്. 99% ട്രേഡ് അയാളുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മര്യാദക്ക്. പിന്നെ ഇവിടെ തൊട്ട് താഴത്തെ ആളുടെ നോക്കുകയാണെങ്കിൽ 85% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതിൻ്റെ തൊട്ട് താഴത്തെ ആളുടെ നോക്കുകയാണെങ്കിൽ 6163 ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഒരു നല്ലൊരു ട്രേഡാണ്, പക്ഷേ പൈസ കുറവാണ്. മുകളിലത്തെ ആളുടെയാണ് ഏറ്റവും ഫസ്റ്റ് എടുക്കുന്ന ആളുടെയാണ് ഏറ്റവും പൈസ കൂടുതലുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുക, നമ്മുടെ എമൗണ്ട് അടിക്കുക. അതായത് നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ടിനുള്ള ഡോഗ്സ് ഉണ്ടോ അതിനനുസരിച്ച് ഈ ഒരു യൂസേഴ്സിനെ ഫിൽറ്റർ ചെയ്യണം. കാരണം ഇതിലൊക്കെ ഇയാളുടെ ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 50,000 to 73,796 INR, അതായത് 50,000 രൂപയുടെ ഡോഗ്സ് ഉള്ളവർ മാത്രം ഇതിൽ ഇയാളുടെ അടുത്ത് ട്രേഡ് ചെയ്താൽ അതിൽ നിന്നാണ് അയാൾ ലിമിറ്റ് വെച്ചേക്കണത്. അപ്പം നമുക്ക് 50,000 ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 50,000 INR ആണ്. 50,000 രൂപയുടെ ഡോഗ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അയാൾക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. പിന്നെ തൊട്ട് താഴത്തെ ആളെ നോക്കുകയാണെങ്കിൽ 10,000 INR ആണ് എഴുതി വെച്ചത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ ആളുടെ നോക്കുകയാണെങ്കിൽ 1000 ആണ്. അത് നമുക്ക് പറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഹാംസ്റ്റർ ആണെങ്കിൽ ഇതേ കേസ് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ എത്ര ഹാംസ്റ്റർ ഉണ്ടോ അത് നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ എത്ര പ്രൈസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും, INR. അപ്പോൾ ഇവിടെ ഞാൻ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുക്കാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് .com പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു
ഒരു ഹാംസ്റ്റർ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഹാംസ്റ്റർ ഉണ്ട്? 957 ഹാംസ്റ്റർ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ 957 ഹാംസ്റ്റർ എത്ര USD എന്ന് കാണിച്ചിട്ടുണ്ട്? 6.26 USD ആണ്. അപ്പോൾ അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് USD to INR എന്നുള്ള ഇത് പേസ്റ്റ് ചെയ്യുക. USD to INR 523.69 രൂപയാണ് ഇതിൽ വന്നത്. അപ്പോൾ നമ്മൾ 500 രൂപ ലിമിറ്റ് ചെയ്യാം. 500 രൂപ തൊട്ട് മുകളിലോട്ടുള്ള ട്രേഡാണ് വരുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ 500 രൂപയുടെ ഹാംസ്റ്ററാണുള്ളതെങ്കിൽ നമ്മൾ 500 അടിക്കുക. അപ്പോൾ 500ൻ്റെ ആൾക്കാരെ കിട്ടും. പക്ഷേ അയാളുടെ പൈസ കണ്ടോ, 0.0663 INR ആണ് അയാളുടെ പൈസ പറഞ്ഞേക്കുന്നത്. ഒരു ഡോഗ്സിന് അയാൾ കൊടുക്കണ പൈസ എന്ന് വെച്ചാൽ 0.0663 INR ആണ്. ഇത് ഡോഗ്സിൻ്റെ എക്സാമ്പിൾ പറയണമെന്നുള്ളൂ. ഹാംസ്റ്റർ ചെയ്യുമ്പോഴും ഇതേ സെയിം സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ കുറവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ കയ്യിൽ എമൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ പൈസ കുറഞ്ഞ ആൾക്കാർക്ക് അത് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇതിലെ P2P ട്രേഡിങ് ചെയ്യുമ്പോൾ. അത് എല്ലാ P2P ട്രേഡിങ്ങിലും അങ്ങനെ തന്നെയാണ്. കൂടുതൽ എമൗണ്ട് ഉള്ളവർക്കായിരിക്കും കൂടുതൽ നമുക്ക് പൈസയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബൾക്കായിട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സെല്ലടിക്കുക. എന്നിട്ട് ഇതിൽ സെല്ലടിച്ചിട്ട് നമ്മളിവിടെ ഇപ്പോൾ ഡോഗ്സാണ് ഇതിൽ കാണിച്ചിരുന്നത്. ഡോഗ്സാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എത്ര ഡോഗ്സ് എന്നുള്ളത് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പ്രൂഫൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും. അത് അയച്ചു കൊടുക്കുക. അത് അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ അയാൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടും. ക്യാഷ് ഇട്ടതിന് ശേഷം അയാൾക്ക് ഡോഗ്സ് റിലീസ് ചെയ്ത് കൊടുക്കുക. റിലീസ് എന്നുള്ള ബട്ടൺ വരുമായിരിക്കും. കാരണം ഞാനിത് ട്രേഡ് ചെയ്തുള്ള അതിൻ്റെ ഒരു സ്റ്റെപ്പ് പറഞ്ഞാണ്, അങ്ങനെയാണ് ഇതിൽ ക്യാഷ് ആക്കണത്. അപ്പോൾ ഇതിൽ ക്യാഷ് ആക്കണതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് എമൗണ്ട് ഓഫ് ഹാംസ്റ്റർ കോയിൻസാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ഇതിൽ P2P ട്രേഡിങ് ചെയ്യണേക്കാൾ നിങ്ങൾക്ക് ലാഭം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഹാംസ്റ്ററിനെ ബൈനാൻസ് പോലത്തെ എക്സ്ചേഞ്ചിലിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ സെല്ല് ചെയ്തിട്ട് അതിൽ നിന്ന് ക്യാഷ് ആക്കുമായിരിക്കും ലാഭം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോൺ കോയിൻ നിങ്ങൾക്ക് ഇതിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. കാരണം ഇതിൽ ടോൺ ബ്ലോക്ക് ചെയിനിൽ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ ടോൺ കോയിൻ വേണം. ഇതിലായിട്ട് ആഡ് ക്രിപ്റ്റോ അടിച്ചിട്ട് ടോൺ ആഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ നിന്ന് ആഡ് ചെയ്യേണ്ടി വരും. ആഡ് ക്രിപ്റ്റോ അടിച്ചിട്ട് ഡയറക്റ്റ് പൈസ കൊടുത്തിട്ട് ബൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ നിന്ന് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എക്സ്ചേഞ്ചിൽ നിന്ന് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൺ ചെയിനിൽ എന്തായാലും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓൺ ചെയിനിൽ അതേ സ്റ്റെപ്പ് ഇതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്യാഷ് ആക്കാൻ പറ്റും. ഇതിൽ നിന്ന് ബൈനാൻസിലായിട്ട് സെൻഡ് ചെയ്തിട്ട് ക്യാഷ് ആക്കാൻ പറ്റും. അതേ സ്റ്റെപ്പ് തന്നെയാണ്, ഓൺ ചെയിനിലെ സ്റ്റെപ്പ് തന്നെയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ഓൺ ചെയിൻ വാലറ്റാണ്. ഓൺ ചെയിൻ വാലറ്റ് എന്ന് വെച്ചാൽ വേറെ നോൺ കസ്റ്റോഡിയൽ വാലറ്റ് ആയിട്ടുള്ള ടോൺ ഹബ്ബ്, മൈ ടോൺ വാലറ്റ് പോലത്തെ വാലറ്റുകളിൽ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ഓൺ ചെയിൻ വാലറ്റിലേക്ക് ഞാൻ ചെയ്ത വിഡ്രോയിലാണ്. അപ്പോൾ ഇതിൽ $6.14 ഹാംസ്റ്ററാണുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 946 ഹാംസ്റ്റർ ടോക്കണാണുള്ളത്. അപ്പോൾ ഇതിലെങ്ങനെ നമുക്ക് സെല്ല് ചെയ്യാമെന്ന് വെച്ചാൽ ബൈ ഓർ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. പക്ഷേ അതെന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് സെല്ല് ചെയ്യണതാണ്. അപ്പോൾ അതിൽ നല്ലതെന്ന് വെച്ചാൽ ഈ ഇതുപോലത്തെ ഓൺ ചെയിൻ അല്ലെങ്കിൽ നോൺ കസ്റ്റോഡിയൽ വാലറ്റുകളുടെ ഉള്ളിൽ നിങ്ങൾ ഹാംസ്റ്റർ ടോക്കൺ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെല്ല് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച്, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക, എന്നിട്ട് അതിൽ സെല്ല് ചെയ്യുക. അപ്പോൾ അതിൽ സെല്ല് ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലായിട്ട് ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ടോൺ കോയിൻ എന്തായാലും ആഡ് ചെയ്യണം. കുറച്ച് എമൗണ്ടിൻ്റെ ടോൺ കോയിൻ ആഡ് ചെയ്യണം. ഒരു ടോൺ കോയിനെങ്കിലും വേണം. അപ്പോൾ ടോൺ കോയിൻ ഇതിലായിട്ട് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ടോൺ കോയിനിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് റിസീവ് അടിക്കുക. റിസീവ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അഡ്രസ്സ് കിട്ടും. അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ ബൈനാൻസ് പോലത്തെ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ ടോൺ കോയിൻ ബൈ ചെയ്യുക. ബൈനാൻസ് പോലത്തെ എക്സ്ചേഞ്ചിൽ ടോൺ കോയിൻ ബൈ ചെയ്യുക. അപ്പോൾ ടോൺ കോയിൻ ബൈ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ട്രേഡിൽ പോയിട്ട് സ്പോട്ടിൽ പോയിട്ട് ടോൺ/USDT എടുക്കുക. ടോൺ/USDT എടുത്തിട്ട് നമ്മുടെ കയ്യിൽ USDT ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടോൺ ബൈ ചെയ്യാൻ പറ്റും. USDT എങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചാൽ P2P ട്രേഡിംഗ് വഴിയാണ് പർച്ചേസ് ചെയ്യണത്. ബൈനാൻസിൽ P2P ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്, ഇവിടെ നിങ്ങൾ ഈ ലോഗോയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. ലോഗോയുടെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട്, UPI ID ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം P2P ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമുക്കത് മെയിനായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് P2P ട്രേഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബൈനാൻസിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് UPI ID ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ചെയ്താണ്, P2P ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ചെയ്താണ്, അതുകൊണ്ട് അത് കാണിക്കണില്ല. അപ്പോൾ അത് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തതിന് ശേഷം മാത്രം P2P ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. P2Pയിൽ പോയിട്ട്
നമ്മൾ ഇവിടെ നമുക്ക് P2P USDT കൊടുക്കുക. നമ്മൾ മറ്റേ P2P ചെയ്തോട്ട് തന്നെ P2P ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബൈനാൻസിൻ്റെ P2P ട്രേഡിങ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേറെ എളുപ്പമുള്ള വഴിയുണ്ട്. എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് എളുപ്പമാണ്. എന്താ വെച്ചാൽ നമ്മൾ എത്ര എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടോ അത് നമ്മൾ അടിക്കുക. എത്ര എമൗണ്ടിനുള്ള USDT ആണോ അത് നമ്മൾ അടിക്കുക. പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാം. പേയ്മെൻറ്റ് മെത്തേഡ് UPI ആണെങ്കിൽ UPI സെലക്ട് ചെയ്യുക. ബെസ്റ്റ് ഓഫർ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ പ്രിവ്യൂ ഓർഡർ കൊടുക്കുക. അപ്പോൾ നമ്മൾ അയാൾക്ക് പൈസ അയച്ചു കൊടുക്കണം. പൈസ അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ ട്രാൻസ്ഫേർഡ് നോട്ടിഫൈ ദ സെല്ലർ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ഞാൻ 1000 രൂപയ്ക്ക് ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ എക്സ്പ്രസ് ആണ് കൊടുത്തേണ്ടത്. എക്സ്പ്രസ് ആകുമ്പോൾ നമുക്ക് 1 ക്ലിക്ക് ബൈയും സെല്ലും ചെയ്യാൻ പറ്റും. സെല്ലേഴ്സിനെ ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കുക. UPI ആണ് എളുപ്പം, അത് കൊടുക്കുക. അത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആളെ കാണിക്കും, സെല്ലറിൻ്റെ പേര് കാണിക്കും. എന്നിട്ട് പ്ലേസ് ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അയാളുമായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കണ്ട ഈ പുള്ളിക്കാരൻ പോയി, ആ പുള്ളിക്കാരൻ്റെ ആഡ് ക്ലോസ് ആയി പോയി. അപ്പോൾ നമ്മൾ പുതിയ ആളെ കൊടുക്കാൻ വേണ്ടി റിഫ്രഷ് അടിച്ചിട്ട് പ്രിവ്യൂ ഓർഡർ കൊടുത്തു. UPI തന്നെയാണ് കൊടുത്തത്. അപ്പോൾ കാശ്മീരി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ പുതിയൊരാൾ വന്നിട്ടുണ്ട്. അതിൽ അയാൾ പേയ്മെൻറ്റ് റെസിപ്റ്റ് റിക്കോർഡ്, ഫോട്ടോ ഐഡി റിക്കോർഡ്, പാൻ റിക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എക്സ്പ്രസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വെരിഫിക്കേഷനിലുള്ള ആൾക്കാരെ കിട്ടിയത്. അവർ സെലക്ട് ചെയ്ത് തന്നെ സെല്ലേഴ്സിനെയാണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ ഓർഡർ. പറ്റതാണ് ഈ P2P ആണെങ്കിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് വെരിഫിക്കേഷൻ വേണ്ടാത്തവരെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് പ്ലേസ് ഓർഡർ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വ്യൂ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. UPI ID എന്നുള്ള സ്ഥലത്ത് സാധാരണ UPI ID ആൾക്കാർ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അതിലിട്ട് 1000 രൂപ അയച്ചു കൊടുക്കാം. എന്നിട്ട് ട്രാൻസ്ഫർ നോട്ടിഫൈ ദ സെല്ലർ അടിക്കാം. ഇതിൽ ഇയാൾ ചാറ്റിൽ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്താൽ മാത്രമാണ് UPI ID ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ സെൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് എഴുതിയുണ്ട്. എന്നിട്ട് ആണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അയാൾ UPI ID അയച്ചു തരും. അതിലായിട്ട് നമ്മൾ 1000 രൂപ അയച്ചു കൊടുക്കണം. 1000 രൂപ അയച്ചു കൊടുത്തതിന് ശേഷം മാത്രം ട്രാൻസ്ഫർ നോട്ടിഫൈ ദ സെല്ലർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അയാളുടെ കയ്യിലുള്ള ക്രിപ്റ്റോ റിലീസാക്കി തരും. അപ്പോൾ ഞാനിത് ബാക്ക് അടിക്കുകയാണ്. ഇപ്പോൾ ഇത് ട്രാൻസ്ഫർ നോട്ടിഫൈ ദ സെല്ലർ അടിച്ചിട്ട് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്ട് ട്രാൻസ്ഫർ നോട്ടിഫൈ ദ സെല്ലർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൈസ അയച്ചതിന് ശേഷമാണ് ട്രാൻസ്ഫർ നോട്ടിഫൈ ദ സെല്ലർ അടിക്കാവുള്ളൂ. ഞാനിത് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ അത് റീസൺ അടിക്കണം. ഐ ഡു നോട്ട് വാണ്ട് ടു ട്രേഡ് എനിമോർ എന്നുള്ളത് കൊടുത്തിട്ട് ഞാൻ കൺഫേം അടിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചാണ്. അപ്പോൾ നമുക്ക് USDT അയാൾ റിലീസാക്കി കഴിയുമ്പോൾ നമുക്ക് USDT ഇവിടെ വാലറ്റിൽ ഫണ്ടിങ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരും. ആ ഫണ്ടിങ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ ട്രാൻസ്ഫർ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫണ്ടിങ്ങിൽ നിന്ന് വന്ന USDTനെ ഇവിടെ കോയിൻ USDT കൊടുക്കുക. എന്നിട്ട് ഇവിടെ 2ൽ സ്പോട്ട് കൊടുക്കുക. എന്നിട്ട് മാക്സ് കൊടുത്തിട്ട് ട്രാൻസ്ഫർ അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ സ്പോട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ USDT വരും സ്പോട്ടിൽ. എന്നിട്ട് ഇവിടെ നമ്മൾ ട്രേഡിൽ പോവുക. ട്രേഡിൽ പോയിട്ട് ഈ TON/USDT എടുത്തിട്ട് നമ്മൾ സ്പോട്ട് തന്നെ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ലിമിറ്റ് മാറ്റിയിട്ട് മാർക്കറ്റ് കൊടുത്തിട്ട് 100% കൊടുത്തിട്ട് ബൈ ചെയ്യാം. അപ്പോൾ നമുക്ക് USDT വെച്ചിട്ട് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടോൺ കിട്ടി. ഇനി ആ ടോണിനെ നമ്മൾ വിഡ്രോ അടിക്കണം. വിഡ്രോ അടിച്ചിട്ട് നമ്മൾ ഓൺ ചെയിൻ വാലറ്റിലായിട്ട്, അല്ലെങ്കിൽ ഓൺ ചെയിൻ വാലറ്റ് എന്ന് വെച്ചാൽ മറ്റേ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. നെറ്റ്വർക്ക് ടോൺ വാലറ്റ് കൊടുക്കുക. അഡ്രസ്സ് ഇപ്പറേ നമ്മുടെ ഇതിൻ്റെ അഡ്രസ്സ് ഏതാ, നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണിത്. അപ്പോൾ ഇതിലായിട്ടാണ് റിസീവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യാം. ഇതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. മെമ്മോ ഉണ്ടോ നോക്കാം. മെമ്മോ ഉണ്ടോ? ഇതിൽ മെമ്മോ കാണിച്ചാലുള്ള ഒന്നെങ്കിൽ നമുക്ക് QR കോഡും സ്കാൻ ചെയ്യാം കേട്ടോ. ഇതിലോട്ടാണെങ്കിൽ QR കോഡും വേണമെങ്കിൽ സ്കാൻ ചെയ്യാം നിങ്ങൾക്ക്. ഇതിൽ മെമ്മോ ഇല്ല. മെമ്മോ റിക്വയർഡ് എന്ന് എഴുതിയിട്ടുമില്ല. മെമ്മോ മാൻഡേറ്ററി അല്ല. പിന്നെ ഇവിടെ നമ്മൾ മിനിമം ട്രാൻസ്ഫർ നോക്കുക. കണ്ട 2 ടോണെങ്കിലും ഉണ്ടെങ്കിലാണ് ഇതിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസ്ഫർ ഫീസ് എഴുതി വെച്ചിട്ടുണ്ട് 0.02 ടോൺ. അപ്പോൾ 2 ടോണെങ്കിലും മിനിമം വാങ്ങിച്ചാൽ മാത്രമാണ് ബൈനാൻസിൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവിടെ മാക്സ് കൊടുത്തിട്ട് വിഡ്രോ അടിക്കാം. ഫുള്ള് വിഡ്രോ ചെയ്യണമെന്നെങ്കിൽ അപ്പോൾ ഇവിടെ ടോൺ വരും. പിന്നെ ടോൺ വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഹാംസ്റ്ററിനെ ഇതിൽ സെൻഡ് അടിക്കുക. ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് അടിച്ചിട്ട് ഇവിടെ നമ്മൾ ബൈനാൻസിൽ പോവുക. ബൈനാൻസ് പോലത്തെ എക്സ്ചേഞ്ച്, ബൈനാൻസ് എന്ന് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. ബൈനാൻസിൽ പോവുക. എന്നിട്ട് ഇവിടെ നമ്മൾ ക്യാൻസൽ അടിക്കട്ടെ. എന്നിട്ട് ഇവിടെ വാലറ്റിൽ പോവുക, ഡെപ്പോസിറ്റ് അടിക്കുക. അതായത് ഇതിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അതിൽ ഹാംസ്റ്റർ കൊടുക്കുക. ഹാംസ്റ്റർ കൊടുത്തിട്ട് ഇതിൽ ടോൺ കോയിൻ കൊടുക്കുക. ടോൺ കോയിൻ കൊടുത്തിട്ട് കൺഫേം അടിക്കുക. ഇപ്പോൾ ഇതിൽ മെമ്മോയും ഡെപ്പോസിറ്റ് അഡ്രസ്സും മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇത് രണ്ടും കോപ്പി ചെയ്യണം. ഇവിടെ കോപ്പി അടിച്ചിട്ട് നമ്മളിവിടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യണം. പിന്നെ റിക്കേർഡ് കമൻ്റ് ആയിരിക്കും മിക്കവാറും മെമ്മോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പേസ്റ്റ് ചെയ്യണം. റിക്കേർഡ് കമൻറ്റ് ഇത് കോപ്പി ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇത്രയും സാധനങ്ങൾ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺഫേം അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇതിലെ ഹാംസ്റ്റർ ടോക്കൺസ് മറ്റേതിലോട്ട് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ടോൺ ഇതിലോട്ട് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതിൽ കിടക്കുന്ന ടോൺ ഇതിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബൈനാൻസിലായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സെൻഡ് അടിച്ചിട്ട് ടോൺ അഡ്രസ്സ് പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് ബൈനാൻസിൽ വീണ്ടും ഡെപ്പോസിറ്റ് ടോൺ അടിച്ചിട്ട് ഇവിടെ ബാക്ക് അടിച്ചിട്ട് ടോൺ അതിൻ്റെ ഉള്ളിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. സെല്ലാക്കി പൈസ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടോൺ കൊടുത്തിട്ട് ഇവിടെ ടോൺ കോയിൻ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് അഡ്രസ്സും മെമ്മോയും പേസ്റ്റ് ചെയ്യുക. സെയിം തന്നെയായിരിക്കും മിക്കവാറും. ടോൺ നെറ്റ്വർക്കിൽ തന്നെ ടോക്കൺ തന്നെയാണല്ലോ മറ്റേത്, അതുകൊണ്ട് അപ്പോൾ സെയിം തന്നെയായിരിക്കും. അത് പേസ്റ്റ് ചെയ്യാം. അത് പേസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിക്കുമ്പോൾ ടോണും നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരും. എന്നിട്ട് നമ്മളിവിടെ ബൈനാൻസിൽ ഇപ്പോൾ നമ്മുടെ ഈ ഓൺ ചെയിൻ വാലറ്റിൽ ഹാംസ്റ്റർ വന്നു കഴിയുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ #USDT ഇപ്പോൾ ടോൺ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോൺ/USDT എടുക്കുക. എന്നിട്ട് സെല്ലടിക്കുക, മാർക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് സെല് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ മാക്സ് കൊടുത്തിട്ട് നമ്മൾ സെല്ലടിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ടോൺ ചുമ്മാ ഞാൻ കാണിച്ചു തരാം. ഇത് അപ്പോൾ ഇത് ചെറിയ എമൗണ്ട് ഉള്ളൂ, അത് കൊടുക്കാൻ പറ്റില്ല. 100% എടുത്ത് സെല്ലടിക്കുക. ഇനി ഇവിടെ ഹാംസ്റ്ററാണ് നമുക്ക് സെല് ചെയ്യണമെങ്കിൽ ഹാംസ്റ്റർ സെർച്ച് ചെയ്യുക, HMSTR എന്നുള്ളത് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെല്ലടിക്കുക, മാർക്കറ്റ് കൊടുക്കുക. മാർക്കറ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മാർക്കറ്റ് കൊടുക്കാൻ പറയുന്നത്. എന്നിട്ട് ഇവിടെ 100% കൊടുക്കുക. ഇവിടെ 22 ഹാംസ്റ്ററിൻ്റെ കിടക്കുന്നുണ്ട്. 100% കൊടുത്തിട്ട് സെല്ലടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഹാംസ്റ്റർ സെല്ലാവും. അപ്പോൾ ഈ 22 ഹാംസ്റ്റർ ഈ കിടക്കണയാണ് സ്പോട്ടിലേക്ക് വന്ന ഏണിങ്സാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓൺ ചെയിൻ വാലറ്റിലെ വിഡ്രോവൽ ചെയ്യണത്. എന്നിട്ട് സെല്ലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ USDT ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ USDT ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ആ USDTനെ പൈസ ആക്കണമെന്നുണ്ടെങ്കിൽ ട്രേഡിൽ പോവുക, P2Pയിൽ പോവുക. P2Pയിൽ പോയിട്ട് ഇതിൽ നമ്മൾ എക്സ്പ്രസ് കൊടുത്താൽ മതി. ഇതാണ് എളുപ്പം. എക്സ്പ്രസ് കൊടുത്തിട്ട് സെല്ലടിക്കുക. സെല്ലടിച്ചിട്ട് നമുക്ക് ട്രേഡിൽ പോവുക. P2Pയിൽ പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ USDT നമ്മുടെ ഇവിടെ ഇപ്പോൾ കിടക്കണമെന്ന് വെച്ചാൽ സ്പോട്ട് വാലറ്റിലാണ്. അപ്പോൾ സ്പോട്ട് വാലറ്റിൽ കിടക്കുന്ന USDTനെ നമ്മൾ ട്രാൻസ്ഫർ അടിച്ചിട്ട് നമ്മൾ സ്പോട്ടിൽ നിന്ന് ഫണ്ടിങ്ങിലായിട്ട് ആക്കണം. ഇവിടെ ഫണ്ടിങ്ങിലായിട്ട് ആക്കിയാലാണ് നമുക്ക് P2P ട്രേഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കുകയാണ്. സ്പോട്ടിൽ നിന്ന് ഫണ്ടിങ്ങിലായിട്ട് ആക്കുക, കൺഫേം ട്രാൻസ്ഫർ അടിക്കുക. കൺഫേം ട്രാൻസ്ഫർ അടിച്ച് കഴിയുമ്പോൾ സ്പോട്ടിൽ നിന്ന് ഫണ്ടിങ്ങിലായിട്ടാവും. ഫണ്ടിങ്ങിലായിട്ട് അതിന് ശേഷം ട്രേഡിൽ പോവുക, P2Pയിൽ പോവുക. P2Pയിൽ പോയിട്ട് എക്സ്പ്രസ് കൊടുത്ത് കഴിഞ്ഞാൽ 1 ക്ലിക്ക് ട്രേഡാണ്. അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ എക്സ്പ്രസ് കൊടുത്താൽ മതി എപ്പോഴും, അതാണ് എളുപ്പം. അപ്പോൾ ഇവിടെ 1 ക്ലിക്ക് ട്രേഡ് കൊടുത്തു. എന്നിട്ട് ഇവിടെ അവൈലബിൾ 0.03 ആണ് എൻ്റെ അവൈലബിൾ. ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കുക. സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്ത് കഴിയുമ്പോൾ ഗോ ടു ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം USDT ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രേഡേഴ്സിനെ കാണിക്കും. എന്നിട്ട് നമ്മൾ സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ആളെ സെലക്ട് ചെയ്യുക. ആളുടെ അല്ല, അത് ഓപ്ഷൻ അവർ സെലക്ട് ചെയ്ത് തരും. അപ്പോൾ നമ്മളത് കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ചതിന് ശേഷം നമ്മൾ അയാൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലായിട്ട് ആ പറഞ്ഞ പൈസ എത്ര പൈസയാണ് നമുക്ക് കിട്ടണമെന്നുള്ളത് കാണിക്കും. ആ പൈസ ഇട്ട് തരും. അപ്പോൾ അത് ഇട്ടുമെന്ന് കൺഫേം ആക്കിയതിന് ശേഷം റിസീവ്ഡ് റിലീസ് ക്രിപ്റ്റോ എന്നുള്ളൊരു ബട്ടൺ വരും. റിസീവ്ഡ് മണി റിലീസ് ക്രിപ്റ്റോ എന്നുള്ളൊരു ബട്ടൺ വരും. അയാൾ പൈസ അയച്ചതിന് ശേഷം ആ ബട്ടൺ തെളിഞ്ഞു വരും. അപ്പോൾ അയാളവിടെ ട്രാൻസ്ഫർ നോട്ടിഫൈ ചെയ്ത സെല്ലർ അടിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ബട്ടൺ തെളിഞ്ഞു വരും. റിലീസ് ക്രിപ്റ്റോ റിലീസ് USDT എന്ന് പറഞ്ഞൊരു ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രിപ്റ്റോ അയാൾക്ക് പോവുകയും ചെയ്യും, അയാളുടെ പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് റിലീസ് ക്രിപ്റ്റോ അടിക്കാൻ മറക്കരുത്. അങ്ങനെയാണ് പൈസ ആക്കണത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടത് ഇപ്പം നമ്മൾ പറഞ്ഞത് ഓൺ ചെയിൻ അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലെ കേസാണ്. ബൈനാൻസിലെ കേസ് സെയിം തന്നെയാണ്. ഈ ആദ്യത്തെ ആ സ്റ്റെപ്പുകളൊന്നുമില്ല. ഇതിൽ നിന്ന് ഇതിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട സ്റ്റെപ്പുകളൊന്നുമില്ല. ബൈനാൻസിൽ ഓൾറെഡി വന്ന സാധനമാണ്. ഓൾറെഡി ഹാംസ്റ്റർ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ട്രേഡിൽ പോവുക, #USDT പോവുക. എന്നിട്ട് നമ്മളിവിടെ സെല്ല് കൊടുക്കുക, മാർക്കറ്റ് കൊടുക്കുക, 100% കൊടുക്കുക, 100% കൊടുക്കുക, സെല്ല് കൊടുക്കുക. ഞാനിപ്പോൾ സെല്ല് ചെയ്യാനുള്ള സെല്ല് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അത് സെല്ലായിട്ട് USDT ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിവിടെ ട്രാൻസ്ഫർ അടിക്കുക. അപ്പോൾ സ്പോട്ടിലായിരിക്കും USDT വന്നത്. ട്രാൻസ്ഫർ അടിക്കുക. ട്രാൻസ്ഫർ അടിച്ചിട്ട് USDTനെ നമ്മൾ സ്പോട്ടിൽ വന്നാണ് USDTനെ ഫ്രം സ്പോട്ട് കൊടുക്കുക ടു ഫണ്ടിങ് കൊടുക്കുക. എന്നിട്ട് USDTനെ നമ്മൾ മാക്സ് കൊടുത്തിട്ട് ട്രാൻസ്ഫർ അടിച്ചിട്ട് നമ്മൾ ഫണ്ടിങ്ങിലായിട്ട് മാറ്റുക. ഫണ്ടിങ്ങിലായിട്ട് മാറ്റി മാത്രമാണ് നമുക്ക് P2P ട്രേഡിങ്ങിൽ USDT കൊടുത്തിട്ട് ക്യാഷ് ആക്കാൻ പറ്റുള്ളൂ. ബൈനാൻസിൽ P2P ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ നിങ്ങൾ ഈ ലോഗോയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. ലോഗോയുടെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് UPI ID ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം P2P ട്രേഡിങ് ചെയ്യുമ്പോൾ നമുക്കത് മെയിനായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് P2P ട്രേഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബൈനാൻസിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് UPI ID ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ചെയ്താണ്, P2P ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ചെയ്താണ്, അതുകൊണ്ട് അത് കാണിക്കാനുള്ള.
അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം മാത്രം P2P ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ ട്രേഡിൽ പോയിട്ട് P2Pയിൽ പോവുക. P2Pയിൽ പോയിട്ട് നമ്മളിവിടെ എക്സ്പ്രസ് കൊടുക്കുക മുകളിൽ, എന്നിട്ട് ഇവിടെ സെല്ല് കൊടുത്തതിന് ശേഷം ഇവിടെ ഓൾ USDT കൊടുക്കുക. കാരണം നമുക്ക് മൊത്തം സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾ USDT കൊടുക്കുക. എന്നിട്ട് ഒരു സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടണ മെത്തേഡ് കാണിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മളല്ല പേയ്മെൻറ്റ് മെത്തേഡ്, അതായത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമല്ല, അവർ ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് ഏത് മെത്തേഡ് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ഉള്ളത് തന്നെ സെലക്ട് ചെയ്തിട്ട് കൺഫേം അടിച്ച് ചെയ്യുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലും, അപ്പുറത്തെ ആൾക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലും. അപ്പോൾ അയാൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഉള്ളിലായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരും. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ അയാൾ ട്രാൻസ്ഫേർഡ് നോട്ടിഫൈ ദ സെല്ലർ എന്നുള്ള ബട്ടൺ അവിടെ നിന്ന് അടിക്കും. അപ്പോൾ നമുക്കിവിടെ നോട്ടിഫിക്കേഷനിലുള്ള ബട്ടൺ തെളിഞ്ഞു വരും. നമ്മുടെ താഴെയുള്ളൊരു മഞ്ഞ ബട്ടൺ തെളിഞ്ഞു വരും, റിലീസ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞൊരു ബട്ടൺ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് നമ്മുടെ പൈസ കയറിയെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ റിലീസ് ക്രിപ്റ്റോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് OTP അടിക്കുക. OTP അടിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിപ്റ്റോ അയാൾക്ക് റിലീസാവും. അയാളുടെ പൈസ നമുക്ക് ഓൾറെഡി വന്നു. അത് കഴിയുമ്പോൾ അയാൾക്ക് നമ്മുടെ ക്രിപ്റ്റോ റിലീസാക്കി കൊടുക്കണം, റിലീസ് ക്രിപ്റ്റോ അടിച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വിഡ്രോവലിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഹാംസ്റ്റർ കോമ്പാറ്റ് ടോക്കൺ എന്തുകൊണ്ട് ഞാൻ സെല്ല് ചെയ്യണില്ല എന്നുള്ളത് പറഞ്ഞതിൻ്റെ റീസണും, പിന്നെ റോഡ് മാപ്പ്, ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പുതിയ റോഡ് മാപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സീസൺ 2 കുറിച്ചിട്ടൊക്കെ കുറച്ച് അനൗൺസ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ കൊണ്ടുവരുന്നത്. അപ്പോൾ പുതിയ വീഡിയോസ് തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.